Next problem, show that x1 of t is equal to the column matrix e power 3t to e power 3t and x2 of t is equal to e power minus t minus 2 e power minus t are the solutions of the system x dash is equal to the 2 by 2 matrix 1 1 4 1 into x എന്ന് പറയുന്നത്. Also verify the principle of superposition. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാം അല്ലേ. ഇപ്പോൾ നമുക്കൊരു സിസ്റ്റം തന്നിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എന്താ അനലൈസ് ചെയ്യാം അല്ലേ. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു പി ഓഫ് ടി എക്സ് എന്ന് പറയുന്ന ഫോമുലാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ജി ഓഫ് ടീൻ്റെ ടേം എന്ന് പറയുന്നത് ഇവിടെ ആബ്സെൻ്റ് ആണ്. അങ്ങനെ ജി ഓഫ് ടീൻ്റെ ടേം ആബ്സെൻ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്, ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റൂ അല്ലേ. കാരണം ജി ഓഫ് ടി സീക്വട്ട് ഇവിടെ 0 ആണ്. അപ്പോൾ ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ലിനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ഷോ ചെയ്ത് കാണിക്കേണ്ടത്, x1 എന്ന് പറയണത് x2 എന്ന് പറയണത് ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് കാണിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വെരിഫൈ ചെയ്യാൻ പറഞ്ഞു നമ്മൾ എന്താ ചെയ്യേണ്ടത്, C1x1 പ്ലസ് C2x2 എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു x1 ഓഫ് ടി is equal to x11 ഓഫ് ടി അല്ലേ, x21 ഓഫ് ടി എന്നൊക്കെ പറയുന്നു. അതായത് ഒന്ന് കാണിച്ചു തരാം, അത് ഈ പ്രോബ്ലം ആയിട്ട് ബന്ധപ്പെട്ടതല്ല, നമുക്കതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ഇപ്പം നമ്മൾ നോക്കിക്കേ, x1 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു x11 ഓഫ് ടി x21 ഓഫ് ടി എക്സെട്ര ടി xn1 ഓഫ് ടി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ n വരെ വരണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ n ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ n വരെ, നമ്മുടെ സിസ്റ്റത്തിൽ 2 ഇക്വേഷൻസേ ഉള്ളെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. 3 ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് x31 ഓഫ് ടി എന്ന് വെച്ചിട്ട് നിർത്താം. 4 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, x41 ഓഫ് ടി എന്ന് പറയാൻ പറ്റും അല്ലേ. അതേമാതിരി തന്നെ അടുത്ത സൊല്യൂഷൻ്റെയാണ് x2ൻ്റെ x12 x22 എക്സെട്ര xn2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നോക്കിക്കേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതെന്താണ് x11 ഓഫ് ടി അല്ലേ, ഇതെന്ന് പറയുന്നത് എന്താണ് x21 ഓഫ് ടി അല്ലേ, ഇതെന്ന് പറയണതോ x12 ഓഫ് ടി, ഇതെന്ന് പറയണത് x22 ഓഫ് ടി എന്ന് പറയുന്നത് അല്ലേ. ഇതെന്താ 2-ൽ വെച്ചിട്ട് നിർത്തിയത്, ഇവിടുത്തെ ഒരു സെക്കൻഡ് അല്ലേ. ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ ഈ സിസ്റ്റത്തിൽ എത്ര ഇക്വേഷൻസ് ഉണ്ടായിരിക്കണം, 2 ഇക്വേഷനേ ഉള്ളൂ ഈ സിസ്റ്റത്തിൽ. അതായത് സിസ്റ്റം ഓഫ് 2 ഇക്വേഷൻസ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇവിടെ 2 ഇക്വേഷനാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയേ, ഇവിടെ ഇതൊരു 2 by 2 മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, 2 n എന്ന് പറയുന്നത് 2 ആയിരിക്കണം അല്ലേ. അപ്പോൾ ശരിക്കും നമ്മൾ ജനറലി ഈ എന്താ പറയുക പി ഓഫ് ടി എന്ന് പറയുന്ന മെട്രിക്സ് n by n മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ n ആയിരിക്കും അവിടുത്തെ n ആയിരിക്കും എന്ത് പറയണത്, ആ സിസ്റ്റത്തിലുള്ള നമ്പർ ഓഫ് ഇക്വേഷൻസിൻ്റെ എണ്ണം. അപ്പോൾ ഇവിടെ 2 by 2 മെട്രിക്സ് ആയതുകൊണ്ട് നമ്മുടെ ഈ സിസ്റ്റത്തിൽ എത്ര ഇക്വേഷൻ ഉണ്ടായിരിക്കുള്ളൂ, 2 ഇക്വേഷനേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി 3 by 3 മെട്രിക്സ് വന്നിട്ടുണ്ടെങ്കിൽ 3 ഇക്വേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. 4 by 4 മെട്രിക്സ് വന്നിട്ടുണ്ടെങ്കിൽ 4 ഇക്വേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യണം അല്ലേ. ആദ്യം നമുക്ക് എന്താ കാണിക്കേണ്ടത്, x1 എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആണെന്ന് കാണിക്കണം. അതിന് ശേഷം x2 എന്ന് പറയുന്നതും ഈ സിസ്റ്റത്തിൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് കാണിക്കണം അല്ലേ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് x1 തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഡി ബൈ ഡി ടി ഓഫ് x1 അല്ലേ, അതായിരിക്കും നമ്മുടെ x1 ഡാഷ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. അതിനുശേഷം 1 4 4 1 ഈ 2 by 2 മെട്രിക്സ് ഇൻറ്റു ഈ x1 ചെയ്യാം. അപ്പോൾ ആ കിട്ടിയ രണ്ടും ഈക്വൽ ആണെങ്കിൽ, അതായത് നമ്മൾ ആദ്യം x1 ഡാഷ് അതായത് എക്സിന് പകരം ഈ x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ. എന്നിട്ട് ആദ്യം നമ്മൾ LHS കമ്പ്യൂട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ RHS കമ്പ്യൂട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ LHSഉം RHSഉം എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയുക സൊല്യൂഷൻ ആണെന്ന് ഷോ ചെയ്ത് കാണിക്കാൻ പറ്റും അല്ലേ. അതേമാതിരി തന്നെയാണ് x2നും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം x1 ഓഫ് ടി ഡി ബൈ ഡി ടി ഓഫ് x1 ഓഫ് ടി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് x1 ഓഫ് ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, ഡി ബൈ ഡി ടി ഓഫ് ദിസ് എന്ത് വരും, e power 3t and 2e power 3t എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ e power 3tനെ ഡിഫറൻഷിയേറ്റ് ചെയ്തേ, ഓരോന്ന് കമ്പോണൻറ്റ് വൈസ് ആയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ e power 3tനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, നമുക്ക് e power 3tൻ്റെ e power 3t തന്നെ ഇൻറ്റു 3tൻ്റെ നമുക്ക് എന്ത് വരും, 3 വരും അല്ലേ. അപ്പോൾ അതെന്ത് വരും, 3e power 3t എന്ന് വരും. അടുത്തത് നമുക്ക് പറയുന്നത് ഏതാണ്,
2e പവർ 3t. ഇപ്പോൾ 2 കോൺസ്റ്റൻ്റ് ആണ്, അങ്ങനെ തന്നെ എടുത്തു. e പവർ 3t നമ്മൾ e പവർ 3t തന്നെ, പിന്നെ 3t 3 വരും. സോ 3 × 2 പറയുമ്പോൾ എന്ത് വരും? 6 വരും. 6e പവർ 3t എന്ന് വന്നു അല്ലേ. ഇനി രണ്ടെണ്ണത്തിലും എന്താണ് e പവർ 3t കോമൺ ആണ്. സോ e പവർ 3t പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ 2/2 അതായത് കോളം മെട്രിക്സ് ആക്കിയിട്ട് എഴുതി ഏതാക്കി 3 6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് x1 ഡാഷ് അല്ലേ, x1 ഡാഷ് ആണ് d/dt ഓഫ് x1 ഓഫ് t, അതേ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 3 6 e പവർ 3t എന്ന് കിട്ടി അല്ലേ. ഇനി ഈ മെട്രിക്സ് ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു മെട്രിക്സ് ചെയ്യുമ്പോഴും നമുക്ക് ഇതന്നെയാണ് കിട്ടിയിട്ടുള്ളെങ്കിൽ നമുക്ക് x1 എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൻ്റെ ഒരു സൊല്യൂഷൻ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി എന്താ കണ്ടുപിടിക്കുന്നത്? ആ 2/2 മെട്രിക്സ് ഇൻറ്റു x1 ഡാഷ്. ഇപ്പോൾ 2/2 മെട്രിക്സ് ഇൻറ്റു x1 എന്ന് പറയുന്നത് എന്തായിരുന്നു? e പവർ 3t ഇൻറ്റു 2e പവർ 3. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ദെൻ 1 ഇൻറ്റു ആദ്യം ഈ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം അല്ലേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 ഇൻറ്റു 3t അല്ല e പവർ 3t, 1 ഇൻറ്റു e പവർ 3t പ്ലസ് 1 ഇൻറ്റു 2e പവർ 3t. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 2e പവർ 3tയും e പവർ 3t കൂടി ആഡ് ചെയ്യുമ്പോൾ 3e പവർ 3t എന്ന് കിട്ടി അല്ലേ. ഇനി അടുത്തത് എന്താണ്? സെക്കൻഡ് റോ ഇൻറ്റു ഈ കോളം. അങ്ങനെ ചെയ്യുമ്പോൾ 4 ഇൻറ്റു e പവർ 3t പ്ലസ് 1 ഇൻറ്റു e പവർ 2t. ഇപ്പോൾ 4 പ്ലസ് 2 e പവർ 3t എന്ന് പറയുമ്പോൾ 4 e പവർ 3t പ്ലസ് 2e പവർ 3t. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 6 e പവർ 3t എന്ന് വന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 e പവർ 3t എന്ന് കിട്ടിയോ? അപ്പോൾ നമുക്ക് e പവർ 3t കോമൺ ആണ്, അതിന് പുറത്തേക്ക് എടുത്തു. സോ 3 6 e പവർ 3t എന്ന് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? x1 എന്ന് പറയുന്നത് ഈ തന്ന സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആണ് എന്ന് പറയാൻ പറ്റും. ഇനി ഇതേമാതിരി നിങ്ങൾക്ക് ചെയ്ത് നോക്കിക്കോടെ, x2 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആണെന്ന്. അപ്പോൾ ആദ്യം അതും ഇതേമാതിരി ചെയ്ത് നോക്കുക. എന്താണ്? d/dt ഓഫ് x2 ഡാഷ് x2 ഓഫ് t കണ്ടുപിടിക്കുക. അതിനുശേഷം 1 1 4 1 ഇൻറ്റു x2 ഓഫ് t കണ്ടുപിടിക്കുക. അപ്പോൾ 2 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സെയിം കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് എഴുതി വെക്കണം കേട്ടോ, ഞാനത് പറയാൻ മറന്നേ. ഈ 2 ഈക്വൽ ആക്കി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതണം: d/dt ഓഫ് x1 ഈസ് ഈക്വൽ ടു 141 x1 എന്ന് എഴുതിയിരിക്കണം. അതുകൊണ്ട് x1 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതേമാതിരി നമ്മൾ x2ൻ്റെ അതേമാതിരി എഴുതുമ്പോൾ എന്ത് വരും? d/dt ഓഫ് x2 ഈസ് ഈക്വൽ ടു 1141 x2. അതായത് നമുക്കിവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ശരിക്ക് അതായത് x2 പിന്നെ ഡാഷ് എന്ന് എഴുതണ്ടേ. അപ്പോൾ അത് എഴുതാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ d/dt ഓഫ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലവിടെ കൺഫ്യൂഷൻ ഒന്നും വരരുത്. അപ്പോൾ x2 എന്ന് പറയുന്നത് അതിൻ്റെ സൊല്യൂഷനാണ് കിട്ടി. ഇനി നമ്മളവിടെ അത്രയാണ് സൊല്യൂഷൻ ആണെന്ന് ഷോ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്രയും വേണ്ടുള്ളൂ. ആദ്യം ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വെരിഫൈ ചെയ്യണം. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വെരിഫൈ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് c1 x1 പ്ലസ് c2 x2 എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? d/dt ഓഫ് c1 x1 പ്ലസ് c2 x2 ആദ്യം കണ്ടുപിടിക്കാം. പിന്നെ എന്ത് ചെയ്യുക? ഈ മെട്രിക്സ് ഇൻറ്റു c1 x1 പ്ലസ് c2 x2 കൂടി കണ്ടുപിടിക്കുക. രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനോട് നമുക്കവിടെ വെരിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതായത് d/dt ഓഫ് c1 x1 പ്ലസ് c2 x2 എന്ന് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ c1 x1 പ്ലസ് c2 x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഞാൻ ഇവിടെ ഇത് എടുക്കട്ടെ, എന്നിട്ട് എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ c1 x1 എന്ന് പറയുമ്പോൾ c1 ഇൻറ്റു ദിസ് മെട്രിക്സ് അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതിയിരിക്കാം c1 ഇൻറ്റു ദിസ് മെട്രിക്സ് പ്ലസ് c2 ഇൻറ്റു ദിസ് മെട്രിക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. അങ്ങനെ വരുമ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി അതിനെ ഒന്നിച്ചിട്ട് നമ്മളൊരു മെട്രിക്സ് ആക്കി എഴുതുമ്പോൾ ഇവിടെ ഇല്ലേ, ഇതെന്ത് വരും? c1 e പവർ 3t അല്ലേ. c1 e പവർ 3t ഇതിനെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ c1 e പവർ 3t c2 c1 e പവർ 3t ഇതും അതേമാതിരി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എതിരെ c1 e പവർ 3t പ്ലസ് ഇവിടെ നമുക്ക് എന്ത് വരും? c2 e പവർ മൈനസ് t എന്ന് പറയുന്നത് അല്ലേ. ഇത് അതേമാതിരി ആഡ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? 2c1 e പവർ 3t പ്ലസ് അതായത് -2 അപ്പോൾ ഇവിടെ പ്ലസ് വേണ്ട, -2 c2 e പവർ -t എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതായിരിക്കും നമുക്ക് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ വരിക.
അപ്പോൾ നമുക്ക് d/dt ഓഫ് c1x1 പ്ലസ് c2x2 എന്ന് c1x1 പ്ലസ് c2x2 എങ്ങനെയാണ് കണ്ടതെന്നാണ് നേരത്തെ പറഞ്ഞത്. സോ d/dt ഓഫ് ദാറ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഓരോ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, സെപ്പറേറ്റ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ഫോമുല കിട്ടും. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് RHS കാണുക. 1141 ഇൻറ്റു c1x1 പ്ലസ് c2x2. അപ്പോൾ ആ c1x1 പ്ലസ് c2x2നെ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇവിടെ നേരത്തെ കണ്ടുപിടിച്ചല്ലോ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഇവിടെ ഫസ്റ്റ് കോളം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1 ഇൻറ്റു ദിസ് പ്ലസ് 1 ഇൻറ്റു ദിസ് എന്ന് വരും. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇത് വരിക. അതായത് e⁻3t ടേംസും e⁻−t ടേംസും കൂടിയൊക്കെ ഒരുമിച്ച് എഴുതി അതിന് ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ വരും. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് റോ ഇൻറ്റു ദിസ് കോളം എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു ദിസ് ടേം പ്ലസ് 1 ഇൻറ്റു ദിസ് ടേം വരും. അതിലും ഇതേമാതിരി e⁻3t e⁻−t ടേംസ് ഒരുമിച്ച് എഴുതുക. അങ്ങനെ എഴുതി വരുമ്പോൾ നമുക്കെന്ന് പറയുന്നത് ഈ ഒരു ഇത് കിട്ടും. അപ്പോൾ രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമ്മളെ അതായത് d/dt ഓഫ് c1x1 പ്ലസ് c2x2 ഈസ് ഈക്വൽ ടു ദിസ് ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് എന്തായി, അതായിരുന്നു നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അല്ലേ. x1ഉം x2ഉം സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും സൊല്യൂഷൻ ആയിരിക്കും. അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ c1x1 പ്ലസ് c2x2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് വെരിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഓരോ സ്റ്റെപ്പിലും ആ ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മൾ മാത്രമേ അത് അറിയുള്ളൂ. ഞാനൊരു ഓവർവ്യൂ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് കേസിൽ ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ളതാണ്. പിന്നെ അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമ്മൾ വ്രോൺസ്കിയൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. വ്രോൺസ്കിയൻ നമ്മൾ എപ്പോഴാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ച സമയത്തായിരുന്നു നമ്മൾ വ്രോൺസ്കിയൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ അവിടുത്തെ സൊല്യൂഷൻസ് ഏതൊക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്, y1ഉം y2 ആയിരുന്നു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. y ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് ടി y പ്ലസ് q ഓഫ് ടി y ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് ടി y ഡാഷ് പ്ലസ് q ഓഫ് ടി y പ്ലസ് q ഓഫ് ടി y ഇസ് ഈക്വൽ ടു g ഓഫ് ടി. ആ ഒരു ഫോമിൽ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ രണ്ട് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും, y1 y2. അപ്പോൾ അതിൻ്റെ വ്രോൺസ്കിയൻ ആയിരുന്നു നമ്മൾ വ്രോൺസ്കിയൻ ഓഫ് y1 y2 ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് y1 ഡാഷ് y2 ഡാഷ് എന്ന് നമ്മൾ എടുത്തിട്ട് പറഞ്ഞിരുന്നു അല്ലേ. പിന്നെ ഇവിടെ നമ്മൾ പറയുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസിൻ്റെ വ്രോൺസ്കിയൻ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ കൺസിഡർ ചെയ്തു, ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്തു. ആ സിസ്റ്റത്തെ അതായത് n ഇക്വേഷൻസ് ഉണ്ട് ആ സിസ്റ്റത്തിൽ. അപ്പോൾ അതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു p ഓഫ് ടി ഇൻറ്റു എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് n ഇക്വേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഹോമോജീനിയസ് ഇക്വേഷനാണ്, ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് n സൊല്യൂഷൻ, അതായത് അത് ഇപ്പോഴും കൺസിസ്റ്റൻ്റ് തന്നെയായിരിക്കും. നമുക്ക് അതിനൊരു n സൊല്യൂഷൻസ് വേണം അവിടെ. അപ്പോൾ ആ n സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെയാണ്, x1 x2 എക്സെട്രാ ടു xn എന്ന് എഴുതി നമ്മൾ. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റർ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പുതിയ ഒരു മെട്രിക്സ് എഴുതുകയാണ്. ആ മെട്രിക്സിന് നമ്മൾ എന്താ എഴുതുന്നത്, x1 ഓഫ് ടി x2 ഓഫ് ടി എക്സെട്രാ ടു xn ഓഫ് ടി കോളം ആയിട്ട് എഴുതുകയാണ്. കാര്യം മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമുക്ക് സ്മാൾ ലെറ്റർ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ ഈ ബോൾഡ് ചെയ്ത് എഴുതിയിട്ട് കണ്ടുള്ള ഈ ഒരു ബോൾഡ് ചെയ്ത് എഴുതിയിട്ടുള്ള എക്സിൻ്റെ ഉള്ളിലുള്ള, അതായത് അതൊരു മെട്രിക്സ് ആക്കിയിട്ട് എഴുതുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതിനെയാണ് നമ്മൾ സ്മാൾ ലെറ്റർ, അതായത് സ്മാൾ ലെറ്റർ എക്സ് അതിൻ്റെ ബോൾഡ് ചെയ്യാണ്ട് സ്മാൾ ലെറ്റർ എക്സിൽ എഴുതിയിട്ട് 1 1 എന്നൊക്കെ എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഇത് x1 എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണ് അല്ലേ. അങ്ങനെയുള്ള അപ്പോൾ ഈ ഓരോ x1 എന്ന് പറയുന്നതും നമുക്ക് എന്താണ്, ഇങ്ങനെയുള്ള ഒരു കോളം മെട്രിക്സ് ആണ്. x2ന് കറസ്പോണ്ടിങ്ങും ആയിട്ടുള്ള വേറൊരു കോളം മെട്രിക്സ്, xnന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേറൊരു കോളം മെട്രിക്സ്. അങ്ങനെയുള്ള ഈ എല്ലാ കോളംസിനെയും കൂടി ഞാൻ ഒന്നിച്ച് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സിനെയാണ് നമ്മളിവിടെ കുറച്ച് വലുതാക്കിയിട്ട് ക്യാപിറ്റൽ എക്സ് ഓഫ് ടി അത് ബോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടി മാറിപ്പോകരുത് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു വലിയ മെട്രിക്സ് ആണ് വരുന്നത്. അപ്പോൾ ആ മെട്രിക്സിൻ്റെ ഓരോ കോളംസ് ആണ് x1 x2 x3 എന്ന് പറയുന്നത്. ഈ x1 x2 ഒക്കെ എന്തായിരിക്കും, ഈ ഗിവൺ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും.
ഈ x1 എന്ന് പറയുമ്പോൾ ഒരൊറ്റ ടേം അല്ല അല്ലേ. നമ്മൾ നേരത്തെ ഇവിടെ നോക്കിക്കേ, നമ്മൾ നേരത്തെ ഇവിടെ x1ഉം ഇതൊക്കെ പറഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ x1ൻ്റെ ഉള്ളിൽ വീണ്ടും ഓരോ എലമെൻ്റ് അല്ലേ കോളം മെട്രിക്സ് ആയിട്ട് എടുത്ത് അതിൻ്റെ ഉള്ളിൽ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ x11 x12 എന്നൊക്കെയുള്ള ഫോമിൽ എഴുതുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ വ്രോൺസ്കിയൻ പറയാൻ പോവുകയാണ്. ഇപ്പോൾ വ്രോൺസ്കിയൻ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ മെട്രിക്സ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ x(t) എന്ന് പറയുന്നത് ഈ കോളം മെട്രിക്സോളം എഴുതുന്നതാണ്. അപ്പോൾ ആ കോളംസിനെ ഇങ്ങനെ നിരത്തി പിടിച്ചിട്ട് എഴുതിയിട്ട് വരുമ്പോൾ ഒരു വലിയ ഒരു n/n മെട്രിക്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ വലിയൊരു n/n മെട്രിക്സ് കിട്ടി. എന്താ പറയുക, അപ്പോൾ ആ മെട്രിക്സ് നോക്കിക്കേ, ആ മെട്രിക്സ് ആണ് ഈ ഒരു ഫോമിൽ വരിക. x11(t), x12(t), etc. x1n(t). അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ എൻട്രീസ് എഴുതാൻ എങ്ങനെ എഴുതും എന്നൊന്നും ആലോചിക്കേണ്ട. a11 a12 നമ്മുടെ മെട്രിക്സിൻ്റെ എൻട്രീസ് എഴുതില്ലേ, അതേമാതിരി തന്നെ എക്ക് പകരം നമ്മൾ x റീപ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻട്രീസ് എഴുതാണ്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടുന്ന ഈ വലിയ എന്താ പറയുക മെട്രിക്സ് ഉണ്ടല്ലോ, ഈ X(t), ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിനെയാണ് നമ്മൾ വ്രോൺസ്കിയൻ ഓഫ് ദ n സൊല്യൂഷൻ x1 x2 etc. to xn എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു തരാം. നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ട്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സിസ്റ്റം ആണ്. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഹോമോജീനിയസ് സിസ്റ്റം ആണ്. അത്രയും കാര്യങ്ങൾ ആലോചിക്കുക. അപ്പോൾ അതിന് n സൊല്യൂഷൻസ് ഉണ്ട്, x1 x2 etc. to xn എന്ന് പറയുന്നത്. ഈ ഓരോ x1നെ അല്ലേ, അതായത് ഈ ബോൾഡ് ചെയ്ത് എഴുതിയിട്ടുള്ള ഈ x1നെ നമുക്ക് x1 is equal to this ആണ്, അതേമാതിരി തന്നെ x2 is equal to this ആണ്, etc. to xn is equal to this ആണ്. ഇതിനെല്ലാത്തിനും കൂടി ഓരോ കോളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു മെട്രിക്സ് കിട്ടും. ആ വലിയ മെട്രിക്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അതായത് ബോൾഡ് ചെയ്തിട്ടുള്ള ഈ x(t). അപ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത് ഈ നൊട്ടേഷൻസ് ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബോൾഡ് ചെയ്തിട്ട് തന്നെ എഴുതണം. അതുമാതിരി തന്നെ കുറച്ച് അത്യാവശ്യം, അതായത് ഇപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയാണ് ബോൾഡ് ചെയ്തിട്ട് എഴുതണമെങ്കിൽ ഈ ഒരു ക്യാപിറ്റൽ x(t) എന്ന് എഴുതുന്ന സമയത്ത് ഇത്രയും വലുതാക്കിയിട്ട് അതിനെന്ത് എഴുതാം, ഒന്ന് ബോൾഡ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അതൊന്ന് കുറച്ച് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിനെയാണ് നമ്മൾ വ്രോൺസ്കിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതണം വ്രോൺസ്കിയൻ ഓഫ് ദ സൊല്യൂഷൻ x1 x2 etc. to xn എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, വ്രോൺസ്കിയൻ ഓഫ് x1 x2, അതായത് ഓരോ സൊല്യൂഷൻ നമ്മൾ ശരിക്കും വ്രോൺസ്കിയൻ y1 y2 എന്ന് എഴുതുമ്പോൾ ഇപ്പോൾ y1ഉം y2 ഒരു സൊല്യൂഷൻ അല്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ നമ്മൾ x1ഉം x2 ഒക്കെയാണ്. കാരണം നമ്മളിവിടെ സംസാരിക്കുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ബോൾഡ് ചെയ്തിട്ട് x1 തന്നെ എഴുതാൻ കാരണം എന്താ, അതിൻ്റെ ഉള്ളിൽ വീണ്ടും നമുക്ക് സ്മാൾ ലെറ്റർ x11 x12 ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കണ്ടോ, ഇത് ഇപ്പോൾ x1ൻ്റെ ഉള്ളിൽ x1 എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ അത് ഈ ടേംസ് അല്ലേ, x2 എന്ന് പറയുന്നതിന് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ടേംസ് ഇല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതുന്നത് അല്ലേ. അപ്പം നമുക്ക് വ്രോൺസ്കിയനെ പിന്നെ ഒന്നുകൂടി എഴുതാൻ പറ്റും. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, വ്രോൺസ്കിയൻ ഓഫ് x1 x2 etc. to xn of t is equal to determinant of x(t) എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, വ്രോൺസ്കിയൻ വെറും ജസ്റ്റ് വ്രോൺസ്കിയനോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമ്മളോട് നമുക്ക് ആ ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. പക്ഷേ വ്രോൺസ്കിയൻ ഓഫ് സൊല്യൂഷൻസ് ഓഫ് എ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്നെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ വ്രോൺസ്കിയൻ സിസ്റ്റം ഓഫ് അതായത് സൊല്യൂഷൻസ് ഓഫ് എ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങളോട് വ്രോൺസ്കിയൻ ഓഫ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നേ പറയുള്ളൂ. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചതാണ് ഇതിൻ്റെ. അല്ല, നമ്മളോട് പറയുകയാണ് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ വ്രോൺസ്കിയൻ എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എവിടെ നിന്ന് മുതൽ എഴുതണം, ഈ x1 ഇത് എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതൊന്നും എഴുതണമെന്നില്ല, പിന്നെ ഈ ഒരു x(t) is equal to ഇതെന്ന് എഴുതാം. ദെൻ ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ദ മെട്രിക്സ് എബോ മെട്രിക്സ് എന്നൊന്നല്ല ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഓഫ് ദ മെട്രിക്സ് x(t) ഈസ് കാൾഡ് ദ വ്രോൺസ്കിയൻ ഓഫ് n സൊല്യൂഷൻ x1 x2 etc. to x of n എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു ഫോമിലാണ്. ആൻഡ് ദിസ് കണ്ടീഷനും കൂടി എഴുതണം. ഓക്കെ, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം, വ്രോൺസ്കിയൻ ഓഫ് ദിസ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് x of t. അത്ര എപ്പോഴാണ് നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. പലരും കാണിക്കുന്ന ഒരു കാര്യമാണ് വ്രോൺസ്കിയൻ ഓഫ് എ സിസ്റ്റം ഓഫ് ഇക്വേഷൻ പറയുമ്പോൾ കണ്ടോ, വ്രോൺസ്കിയൻ ഓഫ് x1 x2 etc. to xn is equal to determinant of x of t എന്ന് എഴുതും. ഇവിടെ എന്താന്നൊക്കെ എടുത്ത് അങ്ങനെ എഴുതിയിട്ടും കാര്യമില്ല. അപ്പോൾ വ്രോൺസ്കിയൻ ഇങ്ങനെ എടുത്ത് എഴുതുകയാണെങ്കിൽ നമ്മളിവിടെ പറയേണ്ട കാര്യമുണ്ട്. നമ്മൾ എന്ത് പറയാം, where x1 x2 etc. to xn are the solutions of a n system of linear equation. എന്ത് എഴുതണം, x dash is equal to p of t x എന്ന് പറയണത് എഴുതണം. where
ക്യാപ് ലെറ്റർ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ദിസ് എന്നും എഴുതി വെക്കണം. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചാലും കറക്റ്റാണ്. ഇത് മാത്രമായിട്ട് ഈ ഒരു ലൈൻ മാത്രമായിട്ട് എഴുതി വെക്കരുത്, ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമ്മളവിടെ ചേർത്ത് വെച്ച് എഴുതണം. ഓക്കെ, ഇനി നമ്മളോട് ഇവിടെ പറയുന്നതുണ്ട് നമ്മുടെ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ വ്രോൺസ്കി നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ ആ സൊല്യൂഷൻസ് ഒക്കെ എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അത് നമ്മൾ പണ്ട് പഠിച്ച കാര്യം തന്നെ. ഇവിടുത്തെ ഈ ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഇസ് ഈക്വൽ ടു 0. ഈ ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഓഫ് ടി നോട്ട് ഇസ് ഈക്വൽ ടു 0 പറഞ്ഞാൽ എന്താണ്, വ്രോൺസ്കിയൻ ഓഫ് ദിസ് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഈ ഉള്ള n സൊല്യൂഷൻ x1 x2 x എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കണം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. വ്രോൺസ്കിയൻ ഓഫ് ഏതാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഓക്കെ.